നമസ്കാരം. പാറ്റ സമരത്തിന്റെ പേരിൽ രാജ്യത്ത് അശാന്തിയും വർഗീയ കലാപങ്ങളും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തി കടന്നെത്തിയ ഖാലിസ്ഥാൻ ഭീകരനും അമേരിക്കൻ പൗരനും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ പിടിയിലായി. പാരീസ് പഞ്ചാബ് ദേ അംഗമായ ബിക്രംജിത്ത് സിംഗ്, US പൗരനായ മൻബീർ സിംഗ് ധില്ലൻ എന്നിവരാണ് SSBയുടെയും ലോക്കൽ പോലീസിന്റെയും സംയുക്ത നീക്കത്തിലൂടെ കുടുങ്ങിയത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഗൂഢനീക്കം കൃത്യസമയത്ത് തടയാനായത് സുരക്ഷാ ഏജൻസികളുടെ വലിയൊരു നേട്ടമായി മാറിക്കഴിഞ്ഞു. രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാന സമരങ്ങളുടെയും ജനകീയ പ്രക്ഷോഭങ്ങളുടെയും പശ്ചാത്തലം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് വലിയ തോതിലുള്ള അക്രമങ്ങളും അസ്ഥിരതയും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് വിദേശ ശക്തികളുടെ പിന്തുണയോടെയുള്ള തീവ്രവാദ സംഘടനകൾ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത്. സമാധാനപരമായ ജനകീയ മുന്നേറ്റങ്ങളെ അട്ടിമറിച്ച് അതിലേക്ക് വർഗീയ ചേരിതിരിവിന്റെയും തീവ്രവാദത്തിന്റെയും വിഷബീജങ്ങൾ വിതയ്ക്കുക എന്നത് രാജ്യവിരുദ്ധ ശക്തികളുടെ സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് സുരക്ഷാ സേനയുടെ ജാഗ്രതയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സമരങ്ങളുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവുകളിൽ ചോരപ്പുഴ ഒഴുക്കാനും രാജ്യത്തിന്റെ ക്രമസമാധാന നില പൂർണ്ണമായി തകർക്കാനും ലക്ഷ്യമിട്ടെത്തിയ ശക്തികൾക്ക് ലഭിച്ച കനത്ത പ്രഹരം കൂടിയാണിത്. ഇന്ത്യൻ നേപ്പാൾ അതിർത്തിയിലെ റുപൈദിഹ മേഖലയിൽ സശസ്ത്ര സീമാബൽ 42ാം ബറ്റാലിയനും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ കരുത്തുറ്റ നീക്കമാണ് ഈ ഒളിത്താവളം തകർക്കാൻ സഹായിച്ചത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ദുരന്തം ഒഴിവായത്. വ്യാജരേഖകളുടെ സഹായത്തോടെ അതിർത്തി കടക്കാൻ ശ്രമിച്ച പ്രതികളെ വളരെ തന്ത്രപരമായാണ് സുരക്ഷാ സേന വളഞ്ഞത്. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നത് തെളിയിക്കുന്നതാണ് ഈ സംഭവം. വിദേശത്ത് നിന്ന് രാജ്യത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഓരോ ദേശവിരുദ്ധ ശക്തികളെയും ശക്തമായി നേരിടുമെന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ നടപടി നൽകുന്നത്. പിടിയിലായ പ്രതികളിൽ ഒരാളായ ബിക്രംജിത്ത് സിംഗ് ഖാലിസ്ഥാൻ വിഘടനവാദ സംഘടനയായ പാരീസ് പഞ്ചാബ് ദേയിലെ അതീവ സജീവമായ അംഗമാണ്. പഞ്ചാബിൽ നിരവധി വധശ്രമ കേസുകളിലും അക്രമങ്ങളിലും പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇയാൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പഞ്ചാബിലെ അജ്ഞാല പോലീസ് സ്റ്റേഷന് നേരെ നടന്ന സായുധ ആക്രമണത്തിലെ പ്രധാന കുറ്റവാളികളിൽ ഒരാളാണ്. നിയമത്തെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരിക്കുന്ന ഇയാൾ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ച് രാജ്യത്തിനെതിരെ പുതിയ ഗൂഢാലോചനകൾ മെനയുകയായിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകൾ തരപ്പെടുത്തി ഇന്ത്യൻ മണ്ണിലേക്ക് കടന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള അട്ടിമറികൾ നടത്താനായിരുന്നു ഇയാളുടെ പദ്ധതി. ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു വിഷയം US പൗരനായ മൻബീർ സിംഗ് ധില്ലണിന്റെ പങ്കാളിത്തമാണ്. വിസയോ മറ്റ് യാതൊരു സാധുവായ രേഖകളോ ഇല്ലാതെയാണ് ഈ സിഖ് അമേരിക്കൻ പൗരൻ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യൻ വിരുദ്ധ ശക്തികൾക്ക് ധനസഹായവും ആശയപരമായ പിന്തുണയും നൽകുന്നവരിൽ പ്രമുഖരാണ് ഇയാളെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. രാജ്യത്തിന് പുറത്തു നിന്നുള്ള ശക്തികൾ നമ്മുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാനും ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിന്റെ തെളിവാണ് ഈ അറസ്റ്റ്. വിദേശ പൗരന്മാരുടെ മറവിൽ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ ഈ ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത്. ഭീകരവാദികൾക്ക് അതിർത്തി കടക്കാനും രാജ്യത്തിനകത്ത് സുരക്ഷിതമായി ഒളിത്താവളങ്ങൾ കണ്ടെത്താനും സഹായിച്ച 3 പ്രാദേശിക ക്രിമിനലുകളെയും സുരക്ഷാ സേന ഇതിനോടകം വലയിലാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്ത് ദേശവിരുദ്ധ ശക്തികൾക്ക് വേരോട്ടമുണ്ടാകാൻ സഹായിക്കുന്ന ഇത്തരം പ്രാദേശിക കണ്ണികളെ കണ്ടെത്തുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. പണത്തിന്റെയോ മറ്റു സ്വാധീനങ്ങളുടെയോ പുറത്ത് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരക്കാർ തീവ്രവാദികളെക്കാൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ പ്രാദേശിക നെറ്റ്വർക്കിന്റെ ഉറവിടം തേടി വ്യാപകമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് പ്രമുഖരെക്കുറിച്ചും ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പാറ്റ സമരത്തിന്റെ അന്തരീക്ഷത്തെ മുതലെടുത്ത് അക്രമങ്ങൾ അഴിച്ചുവിടാനായിരുന്നു ഈ സംഘത്തിന്റെ പ്രധാന പദ്ധതി. ജനങ്ങളുടെ ന്യായമായ സമരങ്ങളുടെയോ പ്രതിഷേധങ്ങളുടെയോ മറവിൽ ഒളിഞ്ഞു കയറി കലാപങ്ങൾ ഉണ്ടാക്കുക എന്നത് രാജ്യദ്രോഹികളുടെ സ്ഥിരം അടവാണ്. സമരക്കാരുടെ വേഷം ധരിച്ചോ അല്ലെങ്കിൽ സമരങ്ങളുടെ മുൻനിരയിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചോ രാജ്യത്തിനകത്ത് ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. സർക്കാരും സുരക്ഷാ സംവിധാനങ്ങളും ഈ നീക്കങ്ങളെ തുടക്കത്തിൽ തന്നെ തടഞ്ഞത് വലിയൊരു വിപത്താണ് ഒഴിവാക്കിയത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരായി ഉയരുന്ന ഏതൊരു ചെറിയ വെല്ലുവിളിയെയും സമാനതകളില്ലാത്ത ഇച്ഛാശക്തിയോടെയാണ് നമ്മുടെ ഭരണകൂടവും സുരക്ഷാ സേനയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഈ സമീപനം രാജ്യത്ത് സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുമുണ്ട്. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ശക്തമായ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ഭീകരവാദികൾക്കും അവരുടെ ആശയങ്ങൾക്കും നമ്മുടെ മണ്ണിൽ യാതൊരു ഇടവുമില്ല എന്നത് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമായ നയങ്ങളാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ എക്കാലത്തും സമാധാനവും ജനങ്ങളുടെ ഐക്യവും തകർക്കാൻ ലക്ഷ്യമിട്ട് ബാഹ്യശക്തികളും അവരുടെ ചട്ടുകങ്ങളും നടത്തുന്ന ഗൂഢശ്രമങ്ങൾ ഒരു കാലത്തും വിജയം കണ്ടിട്ടില്ല. എങ്കിലും അതിനായുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ കണ്ടുവിട്ടിരിക്കുന്നത്. രാജ്യത്ത് സമാധാനപരമായി മുന്നോട്ടു പോകുന്ന വിവിധ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും അന്തരീക്ഷത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനും അവിടെയൊക്കെ അക്രമത്തിന്റെയും വർഗീയ ചേരിതിരിവിന്റെയും തീപ്പൊരികൾ കോരിയിടാനും വിദേശത്ത് വേരുകളുള്ള ചില തീവ്രവാദ സംഘടനകൾ നിരന്തരം പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാതെ വിദേശ ശക്തികളുടെ ദാസ്യവേല ചെയ്യുന്ന ഇത്തരം രാജ്യദ്രോഹികൾക്ക് ഈ മണ്ണിൽ യാതൊരുവിധ അനുകമ്പയും അർഹിക്കപ്പെടുന്നില്ല. പഞ്ചാബിലെ സമാധാനം കെടുത്താനും ജനങ്ങൾക്കിടയിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വാരിസ് പഞ്ചാബ് ദേ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെയും അവരുടെ നേതാക്കളുടെയും യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അജ്നാലയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലുള്ള അതിക്രമങ്ങളിലൂടെ നിയമത്തെ വെല്ലുവിളിച്ച കൊടും കുറ്റവാളികൾക്ക് അതിർത്തി കടക്കാനും വ്യാജരേഖകളുടെ പിൻബലത്തിൽ ഒളിവിൽ കഴിയാനും വിദേശ പൗരന്മാരായ ചിലർ തന്നെ നേരിട്ട് ഒത്താശ ചെയ്യുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സുരക്ഷിതരായി ഇരുന്നു കൊണ്ട് ഇന്ത്യൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിർത്തിക്കപ്പുറത്ത് നിന്ന് രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി കലാപങ്ങൾ ഉണ്ടാക്കാൻ ഫണ്ടും മറ്റ് സഹായങ്ങളും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഇത്തരം ഘടകങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന വലിയൊരു ഭീഷണി തന്നെയാണ്. ഇത്തരം ഭീകരവാദ ശൃംഖലകൾക്ക് പ്രാദേശിക തലത്തിൽ എല്ലാത്തരം ഒത്താശകളും ചെയ്തു നൽകുന്ന ചില പ്രാദേശിക ക്രിമിനലുകളും രാജ്യദ്രോഹികളും നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയൊരു കളങ്കമാണ്. പണത്തിന്റെയോ മറ്റു സ്വാധീനങ്ങളുടെയോ പുറത്ത് സ്വന്തം രാജ്യത്തെയും സഹോദരങ്ങളെയും ഒറ്റുകൊടുക്കുന്ന ഇത്തരക്കാരെ വേരോടെ പിഴുതെറിയേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും SSBയുടെയും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെയും കൃത്യസമയത്തുള്ള ഇടപെടലും അതിശയകരമായ ജാഗ്രതയുമാണ് രാജ്യത്ത് നടക്കാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെയും അട്ടിമറി ശ്രമങ്ങളെയും തടഞ്ഞു നിർത്തിയത്. ഇത്തരത്തിലുള്ള അതീവ ജാഗ്രതയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമാണ് ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര സുരക്ഷയെ ഭദ്രമായി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും. ജനങ്ങളുടെ സമരങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് നുഴഞ്ഞു കയറി ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന അട്ടിമറി ശക്തികളെ ഓരോ പൗരനും തിരിച്ചറിയേണ്ടതുണ്ട്. സമരങ്ങളുടെ പവിത്രതയും അതിന്റെ ലക്ഷ്യങ്ങളെയും വഴിതിരിച്ചുവിട്ട് ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരണം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരെ വരുന്ന ഏത് വലിയ വെല്ലുവിളിയെയും സമാനതകളില്ലാത്ത ഇച്ഛാശക്തിയോടെ നേരിടാൻ നമ്മുടെ ഭരണകൂടവും സുരക്ഷാ സേനയും സജ്ജമാണെന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ അറസ്റ്റിലൂടെ നൽകിയത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള നിരീക്ഷണങ്ങളും കർശന നടപടികളും കൂടുതൽ ശക്തമാക്കുമെന്നും രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെച്ച് പൊറുപ്പിക്കില്ല എന്നുമുള്ള ഉറച്ച നിലപാടിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണവും ഏകോപനവുമാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായകമായത്. വിദേശ മണ്ണിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ മികവ് അഭിനന്ദാർഹമാണ്. സാങ്കേതിക വിദ്യയുടെയും മികച്ച മാനവിക വിവരശേഖരണത്തിന്റെയും സഹായത്തോടെ തീവ്രവാദ ശൃംഖലകളുടെ വേരുകൾ പിഴുതെടുക്കാൻ ഏജൻസികൾക്ക് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീകരവാദ ബന്ധങ്ങൾ മുൻകൂട്ടി കണ്ട് അവരെ അമർച്ച ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ വീണ്ടും ഉയർത്തിക്കാട്ടുന്നു. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾക്കെതിരെ ജനങ്ങൾ എക്കാലത്തും കനത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സംശയകരമായ സാഹചര്യങ്ങളിലോ വ്യക്തികളെയോ കാണുമ്പോൾ അത് ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഓരോ പൗരനും തയ്യാറായിരിക്കണം. തീവ്രവാദ സംഘടനകളും രാജ്യവിരുദ്ധ ശക്തികളും നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. രാജ്യത്തിന്റെ സുരക്ഷ എന്നത് പോലീസിന്റെയും സൈന്യത്തിന്റെയും മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ ഭാരതീയന്റെയും പവിത്രമായ കടമ കൂടിയാണ്. നേപ്പാൾ അതിർത്തിയിൽ വെച്ച് നടന്ന ഈ ഭീകരരുടെ അറസ്റ്റ് നമ്മുടെ രാജ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ കരുത്താണ് ഒരിക്കൽ കൂടി വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും മറവിൽ രാജ്യത്ത് രക്തച്ചൊരിച്ചിലും അരാജകത്വവും ഉണ്ടാക്കാൻ ശ്രമിച്ച ശക്തികൾക്ക് നിയമത്തിന്റെ മുന്നിൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നതിൽ സംശയമില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും വെച്ച് പൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.